ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനു. മെയ് 31 മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ലുലുവിക്ക് പോയാലോ? എന്തിനാന്ന് നോക്കിയപ്പോൾ ഇഞ്ചിപ്പുളി അച്ചാറും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. പക്ഷെ എനിക്ക് സദ്യ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, എന്നാൽ ലുലുവിക്ക് പോകാമെന്ന് ഞങ്ങളങ്ങോട്ട് തീരുമാനിച്ചു. അവിടെ ആകുമ്പോൾ റെഡിമെയ്ഡായിട്ട് ഇഞ്ചിപ്പുളിയും അച്ചാറും ഒക്കെ കിട്ടുമല്ലോ നമുക്ക്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടില്ലേ, മോൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും നൈറ്റ് റൈഡിന് അവളെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, അവൾക്ക് വയ്യാത്തത് കൊണ്ടൊക്കെ തന്നെ. കൃഷ്ണ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ലീവിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിച്ചില്ല, സദ്യ അങ്ങ് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മളെയും കൊണ്ട് പറ്റുന്ന കാലത്തൊക്കെയല്ലേ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. തള്ള വൈബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മോളുടെ ഡേറ്റ് ആയിരുന്നില്ല കേട്ടോ, നാളായിരുന്നു. നമ്മൾ സാധാരണ മലയാളീസ് അങ്ങനെയാണല്ലോ ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളത്. ഈ തലമുട്ട കണ്ടിട്ട് ആരും ഒന്നും നോക്കണ്ട കേട്ടോ, തിരുപ്പതി പോയിട്ട് അടിച്ചതാണ്. ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാവേ. ലുലുവിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ തുറക്കാനുള്ള സമയമൊക്കെ ആയില്ലേ, അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങാൻ തന്നെ നോക്കിയിട്ടോ. അധികവും ഞങ്ങളെടുത്ത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകൾ തന്നെയായിരുന്നു. മോൾക്ക് ഫ്രൂട്ട്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഞങ്ങളുടെ മെയിൻ നോട്ടം ഉണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അല്ലേ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ എന്തായാലും സദ്യ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞങ്ങളും ഹാപ്പി, മോളും ഹാപ്പിയായി.